Hello dear students, welcome back to ISKC English. Okay dear students, നോക്കൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എംഫാറ്റിക് പ്രോനൗൺ എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് എംഫാറ്റിക് പ്രോനൗൺ. അപ്പോൾ നോക്കൂ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഫ്ലക്റ്റീവ് പ്രോനൗൺ എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് എംഫാറ്റിക് പ്രോനൗൺ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് എംഫാറ്റിക് പ്രോനൗൺ എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ്ഡ് ഫോർ എംഫേസിസ് ആർ കോൾഡ് എംഫാറ്റിക് പ്രോനൗൺസ്. അതായത് എംഫാറ്റിക് പ്രോനൗൺസ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. എംഫാറ്റിക് പ്രോനൗണും അതുപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രോനൗണും ഡിഫറൻ്റ് അല്ല, ഒന്നാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഉപയോഗം മാറുമ്പോഴാണ് അതിന്റെ പേര് മാറുന്നത്. നോക്കൂ, റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ എംഫേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഊന്നൽ കൊടുക്കുക, സ്ട്രെസ് ചെയ്യുക, ഒരു നിശ്ചിത കാര്യം അടിവരയിട്ട് പറയുക, അതാണ് എംഫേസിസ്, ഊന്നൽ കൊടുക്കുക. അപ്പൊ ഇത്തരത്തില് റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ എംഫേസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയാം. ദേ ആർ യൂസ്ഡ് ടു എംഫസൈസ് ബോത്ത് ദി സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പൊ എംഫസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംഫേസിസ് രണ്ട് തരത്തിലുണ്ട്. അതായത് സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനും ഉപയോഗിക്കും. സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കും. ഒന്നാമത്തെ എക്സാമ്പിൾ, ദ ചെയർമാൻ ഹിംസെൽഫ് കൺഗ്രാജുലേറ്റഡ് ഹിം. ദ ചെയർമാൻ ഹിംസെൽഫ് കൺഗ്രാജുലേറ്റഡ്, അതായത് ചെയർമാൻ തന്നെ കൺഗ്രാജുലേറ്റഡ് ഹിം, അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്തു, അയാളെ പ്രശംസിച്ചു. നോക്കൂ, ഈ സെന്റൻസ് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. എങ്ങനെ? ദ ചെയർമാൻ കൺഗ്രാജുലേറ്റഡ് ഹിം, ചെയർമാൻ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പക്ഷെ അതേ സമയത്ത് ചെയർമാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന് ഒരു എംഫേസിസ്, ഒരു ഊന്നൽ കൊടുക്കുക. അതാണ് ദ ചെയർമാൻ ഹിംസെൽഫ്, അതായത് ചെയർമാൻ തന്നെ എന്ത് ചെയ്തു? കൺഗ്രാജുലേറ്റഡ് ഹിം, ചെയർമാൻ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ദ ചെയർമാൻ ഹിംസെൽഫ് സബ്ജക്റ്റ് ആണ്. ദ ചെയർമാൻ ഹിംസെൽഫ് കൺഗ്രാജുലേറ്റഡ് ഹിം. ഇനി ഹി ക്യാരീഡ് ദ ഹെവി ബോക്സ് ഹിംസെൽഫ്, അയാൾ സ്വയം ആ ഹെവി ബോക്സ് അയാൾ സ്വയം ക്യാരി ചെയ്തു, അയാൾ സ്വയം. കേട്ടോ, ഹി ക്യാരീഡ് ദ ഹെവി ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഹെവി ബോക്സ്, നല്ല വെയിറ്റ് ഉള്ള ബോക്സ് അയാൾ ക്യാരി ചെയ്തു. എന്നാൽ ഹി ക്യാരീഡ് ദ ഹെവി ബോക്സ് ഹിംസെൽഫ്, അയാൾ സ്വയം, അയാൾ തന്നെ ആ ഹെവി ആയിട്ടുള്ള ബോക്സ് അയാൾ തന്നെ ക്യാരി ചെയ്തു, അയാൾ സ്വയം, അയാൾ തന്നെ. അപ്പൊ അവിടെ അയാൾ എന്നുള്ളതിന് ഊന്നൽ കൊടുത്തു, അതാണ് എംഫേസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തരത്തില് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എംഫാറ്റിക് പ്രോനൗൺ എന്ന് നമ്മൾ പറയുന്നത്. നോക്കൂ, അടുത്തത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആണ്. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അതായത് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുക. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ്സിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൂ എന്നുള്ളത്, ഹൂം എന്നുള്ളത്, ഹൂസ്, വാട്ട്, വിച്ച്, ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന് എക്സാമ്പിൾ ആണ്. ഇൻട്രോഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചോദ്യം ചെയ്യാന്ന്, ചോദ്യം ചോദിക്കാം. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിനാണ് അങ്ങനെ പറയാം. അപ്പൊ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. എക്സാമ്പിൾ, ഹു ഈസ് യുവർ ഫേവറേറ്റ് ഓതർ, വാട്ട് ഈസ് യുവർ എയിം, ഇതൊക്കെ എന്താണ്? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഇവിടേക്ക് ഹു എന്നുള്ളത്, അടുത്ത സെന്റൻസിലെ വാട്ട് എന്നുള്ളത് എക്സാമ്പിൾസ് ഫോർ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്. ഇനി
ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന്റെ യൂസ് ആണ്. യൂസസ് ഓഫ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് നോക്കൂ. ഹൂ എന്നുള്ളത്, ഹൂം എന്നുള്ളത്, ഹൂസ് എന്നുള്ളത്, ഇത് മൂന്നും യൂസ്ഡ് ഓൺലി വിത്ത് പേഴ്സൺസ്. അതായത് ഈ മൂന്ന് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്, ഹൂ എന്നുള്ളത്, ഹൂം എന്നുള്ളത്, ഹൂസ് എന്നുള്ളത് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുക. വ്യക്തികളുമായിട്ട് കേട്ടോ. എക്സാമ്പിൾ വാട്ട് നോക്കൂ. എക്സാമ്പിൾ നോക്കൂ. ഹൂസ് ബോട്ടിൽ ഈസ് ദിസ്? ആരുടെ ബോട്ടിലാണിത്? ആൻസർ എന്താ കിട്ടുക? ഒരു വ്യക്തിയുടെ പേരാ കിട്ടുക. ഹൂസ് ബോട്ടിൽ ഈസ് ദിസ്? ആരുടെ ബോട്ടിലാണ് ഇത്? അടുത്തത് ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഒലിവർ ട്വിസ്റ്റ്? ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ്? അപ്പൊ ഒരു വ്യക്തിയുടെ പേരാണ് കിട്ടുക. അപ്പോ പേഴ്സൺസുമായി ബന്ധപ്പെട്ടാണ് ഹൂ എന്നുള്ളത്, ഹൂം എന്നുള്ളത്, ഹൂസ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് എന്നുള്ളത്. വാട്ട് ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് തിങ്സ്? വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് വാട്ട് ഉപയോഗിക്കുക കേട്ടോ. വസ്തുക്കളുമായി ബന്ധപ്പെട്ട്. എക്സാമ്പിൾ വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് വിഷയം? വാട്ട് ഹാപ്പൻഡ് ടു യുവർ കാർ? നിന്റെ കാറിന് എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? ഇനി അടുത്തൊരു സ്ട്രക്ചർ, അതായത് വാട്ട് പ്ലസ് ബി ലൈക്ക്. വാട്ട് പ്ലസ് ബി, വാട്ട് പ്ലസ് ബി, വാട്ട് പ്ലസ് നോക്കുക. വാട്ട് പ്ലസ് ബി പ്ലസ് ലൈക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ആസ്കിങ് അബൌട്ട് സംവൺസ് അപ്പിയറൻസ്, ഒരാളുടെ അപ്പിയറൻസിനെ കുറിച്ച് ചോദിക്കാനാണ്. അതായത് ഒരു വ്യക്തിയെ, അയാളെ കാണാൻ എങ്ങനെയുണ്ട്, അയാളുടെ രൂപം. ഇപ്പൊ എക്സാമ്പിൾ വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്? വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്? അയാളെ കാണാൻ എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ? എന്നാൽ നോക്കൂ, വാട്ട് ഈസ് ഹി? വാട്ട് ഈസ് ഹി ആസ്കിങ് അബൌട്ട് സംവൺസ് പ്രൊഫഷൻ? ഒരാളുടെ തൊഴിൽ. വാട്ട് ഈസ് ഹി മീൻസ് എന്താണ് അയാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വർക്ക് എന്താ, പ്രൊഫഷനാണ്. വാട്ട് ഈസ് ഹി. അതേ സമയത്ത് വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക് ഒരു വ്യക്തിയുടെ അപ്പിയറൻസ് ആണ്. അടുത്തത് വിച്ച് ഈസ് യൂസ്ഡ്. ഈ വിച്ച് എന്നുള്ളത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. വിച്ച് എന്നുള്ളത് യൂസ്ഡ് ബോത്ത് വിത്ത് പേഴ്സൺസ് ആൻഡ് തിങ്സ്. അതായത് വസ്തുക്കളുടെ കൂടെയും വ്യക്തികളുടെ കൂടെയും ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഹൂ എന്നുള്ളത്, ഹൂം എന്നുള്ളത്, ഹൂസ് എന്നുള്ളത് യൂസ് ഓൺലി വിത്ത് പേഴ്സൺസ് ആണ്. വാട്ട് എന്നുള്ളത് യൂസ് ഓൺലി വിത്ത് തിങ്സ് ആണ്. എന്നാൽ വിച്ച് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ബോത്ത് വിത്ത് പേഴ്സൺസ് ആൻഡ് തിങ്സ്. വസ്തുക്കളുടെ കൂടെയും ഉപയോഗിക്കും, അതുപോലെ തന്നെ വ്യക്തികളുടെ കൂടെയും ഉപയോഗിക്കും. ഏത്? വിച്ച് എന്നുള്ളത്. നോക്കൂ, വിച്ച് ഈസ് യുവർ പെൻ? വിച്ച് ഈസ് യുവർ പെൻ? ഏതാണ് നിന്റെ പേന? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് ഈസ് നേറ്റീവ് ടു ഇന്ത്യ? ഇതിൽ ഏതാണ് ഇന്ത്യയിൽ വളരുന്ന, ഇന്ത്യയുടെ തനതായിട്ടുള്ള പ്ലാന്റ്സിൽ പെട്ടത് ഏതാണ്? നോക്കൂ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് കേട്ടോ. നോക്കൂ, ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി. ഒരു ഗ്രൂപ്പ്, അപ്പൊ ഒരു ഗ്രൂപ്പില് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് സൂചിപ്പിക്കാം. ഇപ്പൊ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4-5 ആളുണ്ടായിരിക്കും. ആ ഗ്രൂപ്പിനെ ഒന്നാകെ പറയാതെ ആ ഗ്രൂപ്പിലെ ഓരോന്നിനെ ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഈച്ച് എന്നുള്ളത്, എയ്തർ എന്നുള്ളത്, നൈദർ. ഈച്ച്, എയ്തർ, നൈദർ. എക്സാമ്പിൾ നോക്കൂ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് ടേക്ക് സിംഗുലർ വേർബ്സ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് അവയ്ക്ക് ശേഷം സിംഗുലർ വേർബ്സിനെയാണ് അവ എടുക്കുക. സിംഗുലർ വെർബ് കേട്ടോ. എക്സാമ്പിള് ഈച്ച് ഓഫ് യു, നിങ്ങളിൽ ഓരോരുത്തരും.
ഈച്ച് ഓഫ് യു വിൽ ബി ഗിവൺ എ നോട്ട് പാഡ്. ഈച്ച് ഓഫ് യു വിൽ ബി ഗിവൺ. അവിടെ വില്ലെന്നുള്ള വെർബ് വന്നത് കാരണം വില്ലെന്നുള്ളതിന് സിംഗുലറും പ്ലൂരലും ഒരു വിഷയമല്ലല്ലോ. എന്ന അടുത്തത് നോക്കൂ, നൈദർ ഓഫ് ദം ഈസ് സിൻസിയർ. നിങ്ങളിൽ ആരും, നൈദർ ഓഫ് ദം, നൈദർ നെഗറ്റീവ് ആണ് കേട്ടോ. നൈദർ ഓഫ് ദം ഈസ്, അപ്പൊ നൈദർ ശേഷം വന്നത് സിംഗുലർ ആണ്. നൈദർ ഓഫ് ദം ഈസ് സിൻസിയർ. നിങ്ങളിൽ ആരും സിൻസിയർ അല്ല. നോക്കൂ അടുത്തത് എയ്തർ ആൻഡ് നൈദർ. എയ്തറിനെയും നൈദറിനെയും. എന്താണ് നൈദർ? നൈദറിന്റെ പ്രത്യേകത എന്താ? നൈദർ ആൻഡ് എയ്തർ, നൈദറും എയ്തറും രണ്ടും ആർ യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ടു പേഴ്സൺസ് ഓർ തിങ്സ്. എയ്തറും നൈദറും നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് വസ്തുക്കള് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, രണ്ടെണ്ണം വേണം. രണ്ടെണ്ണത്തിന്റെ കാര്യത്തിലാണ് എയ്തർ അല്ലെങ്കിൽ നൈദർ നമ്മൾ ഉപയോഗിക്കുന്നത്. നൈദർ മീൻസ്, നൈദറിന്റെ അർത്ഥം നോട്ട്. നൈദർ മീൻസ് നോട്ട് ദ വൺ ആൻഡ് നോട്ട് ദ അതർ പേഴ്സൺ ഓർ തിങ്. അതായത് ഇതും ഇല്ല അതും ഇല്ല എന്ന. നൈദർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ രണ്ടും ഇല്ല. കാരണം നൈദർ മീൻസ് നോട്ട് ദ വൺ, ഈ ഒന്നുമില്ല, ആൻഡ് നോട്ട് ദ അതർ, മറ്റേന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓർ തിങ്. അപ്പൊ രണ്ടെണ്ണം എന്തായിക്കോട്ടെ, ഇതും ഇല്ല അതും ഇല്ല, ദാറ്റ് ഈസ് നൈദർ. എന്നാൽ എയ്തർ മീൻസ് വൺ ഓർ ദി അതർ ഓഫ് ടു പേഴ്സൺസ് ഓർ തിങ്സ്. രണ്ടെണ്ണം അല്ലേ, ആ രണ്ടെണ്ണത്തില് വൺ ഓർ ദ അതർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, രണ്ടും പാടുണ്ടാവില്ല. എയ്തർ എന്ന് പറയുമ്പോ വൺ ഓർ ദ അതർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതർ ഓഫ് ദ ടു, രണ്ടെണ്ണത്തിൽ അത്. അപ്പൊ രണ്ടെണ്ണത്തിൽ ഇത് അല്ലെങ്കിൽ അത്, അതാണ് ഏതിന്റെ പ്രത്യേകത? എയ്തറിന്റെ പ്രത്യേകത. നൈദർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇല്ല അതും ഇല്ല, അതാണ് നൈദർ. എക്സാമ്പിൾ, നൈദർ ഓഫ് ദം വാസ് ഇൻവൈറ്റഡ് ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷന് നൈദർ ഓഫ് ദം, ആരെയും, വാസ് ഇൻവൈറ്റഡ്, ആരെയും ക്ഷണിച്ചിട്ടില്ല. നൈദർ ഓഫ് ദം വാസ് ഇൻവൈറ്റഡ്, ആരെയും ക്ഷണിച്ചിട്ടില്ല. കാരണം നൈദർ എന്ന് പറഞ്ഞാൽ അതുമില്ല ഇതുമില്ല ഒന്നുമില്ല, നൈദർ ഓഫ് ദം. എന്നാൽ എക്സാമ്പിൾ നോക്കൂ, എയ്തർ ഓഫ് യു, എയ്തർ ഓഫ് യു, നിങ്ങളിൽ ഒരാള്, എയ്തർ ഓഫ് യു ക്യാൻ സിംഗ് എ സോങ്. രണ്ടു പേര് നിൽക്കുകയാണ്, ആ രണ്ടു പേരോട് നമ്മൾ പറയാണ് എയ്തർ ഓഫ് യു, നിങ്ങളിൽ ഒരാള് ക്യാൻ സിംഗ് എ സോങ്, ഒരാൾക്കൊരു പാട്ട് പാടാൻ പറ്റും, രണ്ടാൾക്കും പാടാൻ പറ്റില്ല. എയ്തർ ഓഫ് യു, നിങ്ങളിൽ ഒരാൾക്ക് കേട്ടോ. അതാണ് എയ്തറും നൈദറും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഇനി അടുത്തത് നൈദർ നോറും എയ്തർ ഓറും. നൈദറിന്റെ കൂടെ കൺജങ്ഷൻ വരുമ്പോൾ, നൈദർ നോർ എന്നുള്ള കൺജങ്ഷൻ ആണ്, അതായത് രണ്ട് കാര്യങ്ങളെ കൂട്ടി പറയാം. അങ്ങനെ കൺജങ്ഷൻ വരുന്നത് നൈദർ നോർ എയ്തർ ഓർ, നൈദർ നോർ എയ്തർ ഓർ കേട്ടോ. നമുക്ക് അതിന്റെ ഉപയോഗം ഒന്ന് നോക്കുക. അപ്പൊ എന്താ പറയുന്നത്? എക്സാമ്പിൾ നോക്കൂ. അപ്പൊ ഇവിടെ നൈദർ നോർ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു ഇതും ഇല്ല അതും ഇല്ല. എക്സാമ്പിൾ നോക്കട്ടോ. ഹി ഈസ് നൈദർ ഓപ്റ്റിമിസ്റ്റിക്, അയാള് ശുഭാപ്തി വിശ്വാസി അല്ല, നോർ ഇന്റലിജന്റ്, ബുദ്ധിമാനും അല്ല. ഇവിടുത്തെ രണ്ട് കാര്യങ്ങള് ഓപ്റ്റിമിസ്റ്റിക്, ഇന്റലിജന്റ്, ഇത് രണ്ടും അല്ല, അതുമല്ല ഇതുമല്ല കേട്ടോ. അങ്ങനെയാണ് അർത്ഥം വരിക. ഹി ഈസ് നൈദർ ഓപ്റ്റിമിസ്റ്റിക്, അവൻ ഓപ്റ്റിമിസ്റ്റിക് അല്ല, നോർ ഇന്റലിജന്റ്, ഇന്റലിജന്റും അല്ല എന്ന അടുത്ത എക്സാമ്പിൾ നോക്കൂ. എയ്തർ വെച്ച് പറയുമ്പോൾ എയ്തർ ഈ, ഒന്നുകിൽ അവൻ, ഓർ ഹിസ് സിസ്റ്റർ, അല്ലെങ്കിൽ സഹോദരി. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവന്റെ സഹോദരി, രണ്ടിൽ ഒരാള് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കാലസ് ആക്ട്, ഈ ക്രൂരമായ പ്രവൃത്തിയുടെ ഉത്തരവാദി. കാലസ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ, ആക്ട്, ഈ ക്രൂരമായ പ്രവൃത്തി, ഇതിന്റെ ഉത്തരവാദി എയ്തർ ഈ, ഒന്നുകിൽ അവനായിരിക്കാം, അല്ലെങ്കിൽ ഓർ ഹിസ് സിസ്റ്റർ, അല്ലെങ്കിൽ അവന്റെ സഹോദരി ആയിരിക്കാം.
അപ്പൊ നോക്കുക ഇനി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നോക്കുക നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അടുത്ത ടൈപ്പ് പ്രോനൗൺ ആണ് നമുക്ക് അടുത്തതായി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം, ശേഷം എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.